ഹലോ, എസ് ജെ കപ്പിൾസോട് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിതൊരു പുതിയൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ബ്രെഡ് മസാല. ഒരാൾക്ക് വീട്ടിലുണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഡിഷ് റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മല്ലിയില, മുട്ട, സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ക്യാപ്സിക്കം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ കൂടെ തക്കാളിയും കൂടെ വേണം കേട്ടോ. തക്കാളി നിങ്ങൾ സെപ്പറേറ്റ് അരിഞ്ഞ് വെക്കണം. അതിനുശേഷം നമുക്ക് ബ്രെഡ് ചെറുതായി ഇതുപോലെ അരിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാനിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ പാനിലോട്ടാക്കുക. നമ്മളിതുപോലെ ചിക്കി പൊരിച്ചെടുക്കുന്ന പോലെ സെറ്റ് ചെയ്യുക. നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഉപ്പ്, ചിക്കൻ മസാല, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ചേർക്കണം. തക്കാളിയും ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് ബാക്കി മസാലകളെല്ലാം കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ഒഴിക്കേണ്ട, ഒരിച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. അതിന് ശേഷം അതൊരു ഇച്ചിരി ഗ്രേവി ടൈപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ പോലെ ഇരിക്കുമല്ലേ. അങ്ങനെ നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മുട്ടയും കൂടി ഇട്ടതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മേളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മളത് കുറച്ച് നേരം കൂടെ ഒന്ന് ജസ്റ്റ് വേവിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സർവിങ് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അതിന് ശേഷം നമുക്കിത് കഴിച്ചു നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് ടൊമാറ്റോ കച്ചപ്പ് ആഡ് ചെയ്യാം. എനിക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്, കച്ചപ്പ്.
അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അങ്ങനെ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. കാരണം ക്യാപ്സിക്കം, കെച്ചപ്പ്, മല്ലിയില ഇതൊക്കെ എനിക്ക് എന്നാ കഴിക്കാൻ ഇഷ്ടമുള്ള ഇതാണ്. അതുകൊണ്ട് എനിക്കതിട്ടുണ്ടാക്കുന്ന ഫുഡും പൊതുവെ ഇഷ്ടമാണ്. ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇത് കൂടുതൽ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത്. കാരണം മല്ലിയിലയുടെ ഫ്ലേവറും കെച്ചപ്പും ക്യാപ്സിക്കുമാണ് ഇത് മെയിനായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നിൽക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ചോറും ചേനയും കപ്പയും ഒക്കെ തിന്നുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു വെറൈറ്റി ഡിഷ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.